അമേരിക്കയിലെ 2 ലക്ഷം രൂപയാണ് പെർ ക്യാപിറ്റ ഇൻകം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ലക്സംബർഗ് അതുപോലുള്ള കൺട്രീസിൽ ഏതാണ്ട് 80 ലക്ഷം. അമേരിക്കയിലേക്ക് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ 60 ലക്ഷം 70 ലക്ഷം. ഈവൻ ചൈന പോലും ഫാർ ബെറ്റർ ദാൻ അസ്. നമ്മൾ നോക്കേണ്ട ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള നാടാണ് ഇന്ത്യ. അവിടെ നമ്മൾക്ക് വൈസ്മൻ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? താഴെയുള്ള ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരിക. ചാരിറ്റി മാത്രമല്ല നമുക്ക് വേണ്ടുന്നത്. അതിന്റെ പകരം give him a fish, feed him for his life. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല വേണ്ടുന്നത്. Teach him how to fish and feed him for his life. എന്ത് മനോഹരമായ ക്യാപ്ഷൻ, അല്ലെങ്കിൽ എന്ത് മനോഹരമായ പ്രസംഗമായിരുന്നു. ഏകദേശം 19 മിനിറ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ 19 മിനിറ്റ് നേരം പ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിന്നെ സമയമെടുക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ 1-2 കാര്യങ്ങളിലൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. വിഷൻ ഓഫ് ആർട്ടിങ്, ഡയബറ്റിസ്, അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരെ കെയർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ക്ലബ് 1978 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ക്ലബ്ബാണ്. അപ്പോ ഞങ്ങൾ എല്ലാവരും പറയുന്ന വയസ്സ ക്ലബ് എന്നാ, വയസ്സ് ക്ലബ് അല്ല, വയസ്സ ക്ലബ് എന്നാ പറയുന്നത്. ശരിയാണ്. അപ്പൊ പ്രായമുള്ളവരെ കെയർ ചെയ്യുക. ഇന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഞാൻ കേട്ട ഒരു സംഭവം, KM കുര്യാക്കോസാന്റെ ഒരു മകനെയുള്ള, അവനെ കാനഡയ്ക്ക് പോയി. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം തന്നെ വിദേശത്തേക്ക് പോവുക. അപ്പൊ അവരെ കെയർ ചെയ്യുക എന്നുള്ള ഒരു വലിയ ആശയമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു കെയർ. അപ്പൊ പ്രായമുള്ളവരെ കെയർ ചെയ്ത് കൊണ്ടുവരിക. അത് മാത്രമല്ല, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ LED ബൾബിൻ്റെതും അതുപോലുള്ള പ്രോജക്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വൈസ്മൻ മൊത്തമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ആ പ്രതിധ്വനി ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഇന്ന് ജസ്റ്റേജ് പറഞ്ഞ ആ കുരുമുളക് വള്ളി തൊട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ എല്ലാം സൂപ്പറായിരുന്നു. അതേ രീതിയിൽ നമുക്ക് സൊസൈറ്റിയെ ടച്ച് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ് ആയിട്ടും സൊസൈറ്റിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, വൈസ്കി ആയതുകൊണ്ടാണ് കേട്ടോ, അല്പ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. വൈസ്കി ഇന്ന് പിന്നിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യ പറയുന്ന ഫൈൻ സ്വയം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഒരു മീറ്റിംഗിലും ഒരു ആർട്ടി എങ്ങനെ ബാക്കിയുള്ള, അതായത് നമ്മളെ എങ്ങനെ ഇവിടെ പ്രസംഗിക്കണം, അതോടൊപ്പം തന്നെ പ്ലഡ്ജ് ടു നേഷൻ എങ്ങനെ പറയണം, പ്രേയർ എങ്ങനെ പറയണം, അദ്ദേഹം പറഞ്ഞത് കാണാതെ പറഞ്ഞ് പഠിക്കണമെന്ന്. ദി എന്നൊരു വാക്കിനകത്ത് യു എന്നർത്ഥം. അപ്പോ അടുത്ത വർഷം എല്ലാ പ്രസിഡന്റ് സെക്രട്ടറീസും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് പോസിറ്റീവായിട്ടാണ്. കാരണം ദി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്. ഇങ്ങനെയൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പ്രസിഡന്റേഷൻ അല്ലെങ്കിൽ പ്രയർ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നുള്ളതല്ല. അത് മാത്രമല്ല, ഇപ്രാവശ്യത്തെ ആദ്യ ഭയങ്കരനാണ്, സ്നേഹവാനാണ് കേട്ടോ, സ്നേഹവാനാണ്. ഭീകരെന്ന് പറയാൻ പറ്റില്ല, സ്നേഹമുള്ള സിംഹം. അതെ, സ്നേഹമുള്ള സിംഹം. നമ്മളെല്ലാം ഒരുമിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മഹാനായ വ്യക്തിയായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യങ്ങളും ചേരുന്നു. ഏറ്റവും നല്ലൊരു ആദ്യം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുര്യച്ചൻ നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം 88 അല്ലേ ആണ് വൈസ്മനിൽ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പുതിയ മിലേനിയം സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ 78. അപ്പം ബേബിയായിട്ട്, അത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ വൈസ്മൻ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്യുന്ന കാര്യം എങ്ങനെയുണ്ട്, നമ്മളെ വരാൻ പോകുന്ന ആദ്യ എലക്ട് കൊള്ളാമോ എന്ന് നമുക്ക് നോക്കണമല്ലോ. നോക്കിയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു വന്നത് ദൈവവിശ്വാസം. ദൈവവിശ്വാസത്തെ പറ്റിയാണ്. അപ്പൊ ഒരു നല്ലൊരു തിയറിയാണ്. കാരണം ഗർഭത്തിലിരിക്കുന്ന 2 ശിശുക്കള് ഒന്ന് പറയുന്നു ജീവിതയിലേ ഉള്ളൂ, മറ്റൊന്ന് പറയുന്നു എനിക്കിനി അതിമനോഹരമായ ഒരു ജീവിതം വരാൻ പോകും. മരണശേഷ ജീവിതത്തെ പറ്റി വലിയ തിയറി അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പൊ കാരണം YMCയുടെ പ്രസ്ഥാനം, YMCയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ വൈസ്മൻ പ്രസ്ഥാനം. അപ്പൊ അങ്ങനെ വരുമ്പോ മെജോറിറ്റി ആൾക്കാരും ദൈവവിശ്വാസികൾ തന്നെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു വിശ്വാസിയായ ഒരാളെ നമുക്ക് വൈസ്മൻ പ്രസ്ഥാനത്തിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇവിടെ പൊതുമംഗലത്താണ് അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? സ്ഥലം കരിങ്ങഴ
കരിങ്ങാട്. അപ്പൊ കോതമംഗലക്കാരനാണ്, എറണാകുളത്ത് പുള്ളി ബിസിനസ് ചെയ്യുകയാണ്, പക്ഷേ റൂട്ട് ഇവിടെ നിന്നാണ്, കോതമംഗലാണ്. അപ്പൊ തീർച്ചയായിട്ടും നേരത്തെ നമ്മുടെ DG പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് 7 ആരെ സപ്പോർട്ട് ചെയ്യുന്നോ അവർക്ക് വിജയിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുര്യാച്ചനാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം, പ്രാർത്ഥന, നിങ്ങളുടെ ബോർഡുകൾ, നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഈ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അയച്ചു തന്നിട്ട് ഇദ്ദേഹത്തെ പ്രസന്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ അടിമാലിയൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ലീഡറാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ട് കൊടുക്കുക. ഞാൻ അത് എനിക്ക് പറയാറുണ്ട്. പിന്നെ അടുത്ത വർഷത്തെ നമ്മുടെ DG ഇലക്ഷൻ ആദ്യകാലത്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് കഴിഞ്ഞ് DG 13 ക്ലബ്ബ് 12 ക്ലബ്ബ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അല്പം. ഇപ്പൊ നമ്മുടെ മൊത്തം 33 ക്ലബ്ബ് അല്ലെ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വർഷത്തില് 50 ക്ലബ്ബുകളുമായിട്ട് സെഞ്ചുറി അടിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. സെഞ്ചുറി അല്ല, ഹാഫ് സെഞ്ചുറി 50 ക്ലബ്ബ്. അപ്പൊ അതോടൊപ്പം തന്നെ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു. മനുഷ്യ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഇന്ന് ഖനനം ചെയ്തിട്ടുള്ള സ്വർണ്ണ ഖനിയേക്കാൾ വിലയേറിയത്. അദ്ദേഹത്തിന് സ്വർണത്തിന്റെ ബിസിനസ് ആണെന്ന് അല്ലേ. അപ്പൊ ആ സ്വർണ്ണ ഖനിയേക്കാൾ വിലയേറിയതാണ് മനുഷ്യ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ. 33 ക്ലബ്ബും എല്ലാ ക്ലബിലും 15 മെമ്പേഴ്സ്, അതിൻ്റെ കൂടെ വരാൻ പോകുന്ന ഒരു 18 ക്ലബ്ബ്, 17 ക്ലബ്ബ്. അപ്പൊ ഇത്രയും ആളുകളുടെ മുന്നിൽ, അതായത് വൈഷ്ണവ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിജയികളായിട്ടുള്ളവർക്ക് മാത്രമേ വൈഷ്ണവ പ്രസ്ഥാനത്തിൽ വരാൻ പറ്റുള്ളൂ. പരാജിതർക്കുള്ള വരാൻ പറ്റില്ല. രാജിയുടെ യൂട്യൂബ് ചാനൽ ഇപ്രാവശ്യത്തെ ഒരു ക്ലാസ് ഇന്നിട്ടുണ്ട്. 3 ടൈപ്പിലെ സ്ക്രിപ്റ്റാണ്: വിന്നേഴ്സ്, ലൂസേഴ്സ്, നോ വിന്നേഴ്സ്. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം തന്നെ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വൈഷ്ണവ പ്രസ്ഥാനത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ആളുകളെ നയിക്കാൻ പോകുന്ന അടുത്ത വർഷത്തെ സാരഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് സ്പീക്കർ. ഉണ്ണി എന്ന് വിളിക്കുന്ന എല്ലാവരും നന്മയുടെ ഐശ്വര്യങ്ങളും നേരുന്നു. എല്ലാവർക്കും എല്ലാ നന്മയുടെ ഐശ്വര്യങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം.